ഹായ് എല്ലാവർക്കും നമസ്കാരം. BSc അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PYQസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഡൽഹൌസി പ്രഭുവിനെ കുറിച്ചൊന്ന് നോക്കാം. ആധുനിക ബ്രിട്ടീഷ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ബ്രിട്ടീഷ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. ആധുനിക ബ്രിട്ടീഷ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. അടുത്ത പോയിന്റ്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. അടുത്ത പോയിന്റ്, ആധുനിക തപാൽ സംവിധാനം 1854, ടെലിഗ്രാഫ് 1850 എന്നിവ കൊണ്ടുവന്ന ഭരണാധികാരിയാണ്. ആധുനിക തപാൽ സംവിധാനം 1854, ടെലിഗ്രാഫ് 1850 എന്നിവ കൊണ്ടുവന്ന ഭരണാധികാരിയാണ്. അടുത്ത പോയിന്റ്, ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് 1856. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് 1856. അടുത്ത പോയിന്റ്, ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് വായിക്കാം. ആധുനിക ബ്രിട്ടീഷ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരിമാരാണ് ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത പോയിന്റ്, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത പോയിന്റ്, ആധുനിക തപാൽ സംവിധാനം 1854, ടെലിഗ്രാഫ് 1850 എന്നിവ കൊണ്ടുവന്ന ഭരണാധികാരി. അടുത്ത പോയിന്റ്, ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി പ്രഭു 1856. അടുത്ത പോയിന്റ്, ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗാം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ബെൽഗാം. ആദ്യത്തെ പോയിന്റ്, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കോൺഗ്രസ് സമ്മേളനമാണ്. അടുത്ത പോയിന്റ്, ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. അടുത്ത പോയിന്റ്, ഗാന്ധിജി നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം 1916 സമ്മേളനമാണ്. അടുത്ത പോയിന്റ്, ബെൽഗാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ബെൽഗാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഒന്നുകൂടെ വായിക്കാം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം. ബെൽഗാം സമ്മേളനം എന്താണ്? 1924 ബെൽഗാം സമ്മേളനം നടന്നത്. കർണാടകയിലാണ് ബെൽഗാം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. അടുത്ത പോയിന്റ്, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 സമ്മേളനമാണ്. അടുത്ത പോയിന്റ്, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം 1916 സമ്മേളനമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് നോക്കാം. 1888 മക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് അദ്ദേഹം. 1888 മക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് അദ്ദേഹം. അടുത്ത പോയിന്റ്, അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, പേർഷ്യൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയാണ്. അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, പേർഷ്യൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത പോയിന്റ്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ, അതായത് 35 വയസ്സിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1923 ഡൽഹി പ്രത്യേക സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രസിഡന്റായത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 35 വയസ്സിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് അദ്ദേഹം. 1923 ഡൽഹി പ്രത്യേക സമ്മേളനത്തിലായിരുന്നത്. അടുത്ത പോയിന്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്
മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. അടുത്ത പോയിന്റ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ നേതാവാണ് അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ നേതാവാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത പോയിന്റ്, ആസാദ് എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം രചനകൾ നടത്തിയത്. ആസാദ് എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം രചനകൾ നടത്തിയത്. അടുത്ത പോയിന്റ്, മൗലാന ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹം 1888 മക്കയിൽ ജനിച്ച സ്വതന്ത്ര സമര സേനാനിയാണ്. അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, പേർഷ്യൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അടുത്ത പോയിന്റ്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ 35-ാമത്തെ വയസ്സിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് അദ്ദേഹം. 1923 ഡൽഹി പ്രത്യേക സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പ്രസിഡന്റായത്. അടുത്ത പോയിന്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത പോയിന്റ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ നേതാവാണ് അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ നേതാവാണ് അദ്ദേഹം. അടുത്ത പോയിന്റ്, ആസാദ് എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തി. അടുത്ത പോയിന്റ്, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം. ആദ്യത്തെ പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം എന്താണ്? ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. അടുത്ത പോയിന്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം എന്നാണ്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റാലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാണ്? യൂസഫ് മെഹ്റാലിയാണ്. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രമാണേത്? ഹരിജൻ. അടുത്ത പോയിന്റ്, 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത്. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത്. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണെന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ഡു ഓർ ഡൈ. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. ഒന്നുകൂടെ വായിക്കാം. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. അടുത്ത പോയിന്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണെന്ത്? ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് എന്ന്? 1942 ഓഗസ്റ്റ് 8. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റാലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റാലിയാണ്. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഇത്? ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ. അടുത്ത പോയിന്റ്, 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റിലായി. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായി. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണെന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതായത് ഡു ഓർ ഡൈ. അടുത്ത പോയിന്റ്, ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി.
ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയത് 1947 ഫെബ്രുവരി 20-നാണ്. ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയത് 1947 ഫെബ്രുവരി 20-നാണ്. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ്, ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റുവാണ്. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഒന്നുകൊണ്ട് വായിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയത് 1947 ഫെബ്രുവരി 20-നാണ്. ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തിയത് 1947 ഫെബ്രുവരി 20-നാണ്. അടുത്ത പോയിന്റ്, ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ്, ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റുവാണ്. അടുത്ത ചോദ്യം, സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. ദാമിൻ ഇ കോഹാണ് സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രാജ്മഹൽ കുന്നുകളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രാജ്മഹൽ കുന്നുകളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ. അടുത്ത പോയിന്റ്, രാജ്മഹൽ കുന്നുകൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. രാജ്മഹൽ കുന്നുകൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. അടുത്ത പോയിന്റ്, 1780-ലാണ് സാന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ എത്തിച്ചേർന്നത്. 1780-ലാണ് സാന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ എത്തിച്ചേർന്നത്. അടുത്ത പോയിന്റ്, സാന്താളുകളുടെ ആദ്യത്തെ അധിവാസ കേന്ദ്രം ദാമിൻ ഇ കോ ആണ്. സാന്താളുകളുടെ ആദ്യത്തെ അധിവാസ കേന്ദ്രം ദാമിൻ ഇ കോഹാണ്. അടുത്ത പോയിന്റ്, 1832ഓടെ ഒരു വലിയ പ്രദേശം ദാമിൻ ഇ കോ ആയി വേർതിരിക്കപ്പെട്ടു. 1832ഓടെ ഒരു വലിയ പ്രദേശം ദാമിൻ ഇ കോ ആയി വേർതിരിക്കപ്പെട്ടു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി ഗോത്ര കലാപമാണ് സാന്താൾ കലാപം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി ഗോത്ര കലാപമാണ് സാന്താൾ കലാപം. അടുത്ത പോയിന്റ്, 1855-ലാണ് സാന്താൾ കലാപം നടന്നത്. 1855-ലാണ് സാന്താൾ കലാപം നടന്നത്. അടുത്ത പോയിന്റ്, സാന്താൾ കലാപത്തിൻ്റെ നേതാക്കളാണ് സിദ്ധുവും കാനുവും. സാന്താൾ കലാപത്തിൻ്റെ നേതാക്കളാണ് സിദ്ധുവും കാനുവും. ഒന്നുകൂടെ വായിക്കാം. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ദാമിൻ ഇ കോഹ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രാജ്മഹൽ കുന്നുകളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ. അടുത്ത പോയിന്റ്, രാജ്മഹൽ കുന്നുകൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്ത പോയിന്റ്, 1780-ലാണ് സാന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ എത്തിച്ചേർന്നത്. അടുത്ത പോയിന്റ്, സാന്താളുകളുടെ ആദ്യത്തെ അധിവാസ കേന്ദ്രം ദാമിൻ ഇ കോഹാണ്. അടുത്ത പോയിന്റ്, 1832ഓടെ ഒരു വലിയ പ്രദേശം ദാമിൻ ഇ കോ ആയി വേർതിരിക്കപ്പെട്ടു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി ഗോത്ര കലാപമാണ് സാന്താൾ കലാപം. 1855-ലാണ് സാന്താൾ കലാപം നടന്നത്. സാന്താൾ കലാപത്തിൻ്റെ നേതാക്കളാണ് സിദ്ധുവും കാനുവും. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ആദ്യത്തെ പോയിന്റ്, 1757 ജൂൺ 23-ന് പശ്ചിമ ബംഗാളിലെ ഭഗീരഥി ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പലാശി എന്ന പട്ടണത്തിലാണ് ഈ യുദ്ധം നടന്നത്. 1757 ജൂൺ 23-ന് പശ്ചിമ ബംഗാളിലെ ഭഗീരഥി ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പലാശി എന്ന പട്ടണത്തിലാണ് ഈ യുദ്ധം. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്.
അടുത്ത പോയിന്റ്, പ്ലാസി യുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. പ്ലാസി യുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് യുദ്ധം നടന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം ഉണ്ടായത്? സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിനെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവാണ് മിർ ജാഫർ. പ്ലാസി യുദ്ധത്തിനെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവാണ് മിർ ജാഫർ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിർ ജാഫർ തന്നെയാണ്. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിർ ജാഫർ. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 പശ്ചിമ ബംഗാളിലെ ഭഗീരഥി ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പലാശി പട്ടണത്തിലാണ് യുദ്ധം നടന്നത്. 1757 ജൂൺ 23 പശ്ചിമ ബംഗാളിലെ ഭഗീരഥി ഹൂഗ്ലി നദിയുടെ തീരത്തുള്ള പലാശി എന്ന പട്ടണത്തിലാണ് ഈ യുദ്ധം നടന്നത്. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഇത് പ്ലാസി യുദ്ധം. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അടുത്ത പോയിന്റ്, പ്ലാസി യുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. പ്ലാസി യുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവാണ്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് യുദ്ധം ഉണ്ടായത്? സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് യുദ്ധം നടന്നത്. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് യുദ്ധം നടന്നത്. അടുത്ത പോയിന്റ്, പ്ലാസി യുദ്ധത്തിനെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവാണ് മിർ ജാഫർ. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവാണ് മിർ ജാഫർ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് ആര്? മിർ ജാഫർ. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർ ജാഫറാണ്. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിർ ജാഫറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ക്ലാസ്സൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.